ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഹാപ്പി സൺഡേ ഓൾ ഓഫ് യു. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു ഡേ ടു ഡേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് എടുക്കുന്നില്ല, മോർണിംഗ് മാത്രം. ജസ്റ്റ് എൻ്റെ ഫേസൊക്കെ എങ്ങനെയാണ്, എല്ലാവരും എന്താ എന്നെ അല്ലാതെ ഒരുങ്ങിയിട്ടുള്ളൊരു ഫേസിലൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ന് ജസ്റ്റ് ഞാൻ ഇന്ന് ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം കുട്ടീനെ ഇന്ന് ഹോസ്പിറ്റലിൽ ഐ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പോയിട്ട് അത് പാളിപ്പോയി. കാരണം കുട്ടി ഉറങ്ങിയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് പോലും കുട്ടി ഉറങ്ങിയില്ല. ഉറക്കമരുന്ന് കൊടുത്തിട്ട് പോലും കുട്ടി ഉറങ്ങിയില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ഒന്നും കൂടി വേറൊരു ഡേറ്റ് കിട്ടിയേക്കുന്നത് ഇന്നാണ് കേട്ടോ. 6-ാം തീയതി, ജൂലൈ 6-നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്ന് പോകണമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, എൻ്റെ കുട്ടി ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. രാത്രി ഉറങ്ങാതിരുന്നുള്ള ഫേസാണ് കേട്ടോ ഇത്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന സ്റ്റെപ്പിലേക്ക് ഞാൻ കിടക്കുവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റില്ല, രാവിലത്തെ നമ്മൾ പല്ല് തേച്ചിട്ടാണല്ലോ ഡ്യൂട്ടിക്കൊക്കെ കയറുന്നത്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരണമല്ലോ. എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാം കേട്ടോ. എൻ്റെ ഫേസൊക്കെ എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫേസ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങാത്തൊരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ പല്ലൊക്കെ തേക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പല്ലൊക്കെ തേച്ചിട്ട് ഒന്ന് റെഡി ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഞാൻ റെഡിയാക്കുന്നത് എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവരും പറയുന്നത് എൻ്റെ ഫേസ് ഭയങ്കര ഗ്ലോയാണ്, ഭയങ്കര സോഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേക്കപ്പ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങളെല്ലാവരും അറിയണമല്ലോ. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങാതിരിക്കുന്നൊരു ഫേസ് കാണുമ്പം വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് ജസ്റ്റ് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ തന്നെ വരാം. എന്നിട്ട് ഫേസിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കൂട്ടുകാരെ, കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഫേസ് വാഷ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഞാനിവിടെ കുവൈറ്റിൽ വന്നതിന് ശേഷം ഇത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ബോഡി വാഷാണ്, പക്ഷെ ഞാൻ അത് വെച്ച് തന്നെയാണ് ഫേസും വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്ലോയുടെ രഹസ്യം എല്ലാവരും എന്തായാലും അറിയണമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഐലൈനറല്ല പെൻസിൽ വെച്ചിട്ട് പിരികൊന്ന് ഞാൻ ചെറുതായിട്ട് വരയ്ക്കും കേട്ടോ. അത് ചെറുതായിട്ട് ഞാനൊന്ന് ചെയ്യലുള്ളതാണ്, എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പിരികം വരയ്ക്കുക കേട്ടോ. ഇവിടെ മിറർ ഇരിപ്പുണ്ട്, മിററിലേക്ക് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മിറർ നോക്കി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണോ ഞാൻ എൻ്റെ പിരികം ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കട്ടി കുറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം ഷോർട്സൊക്കെ ചെയ്യുമ്പോഴും വീഡിയോസിലൊക്കെ വരുമ്പോഴും നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും ഒന്ന് വേണമല്ലോ, അല്ലെങ്കിൽ ആകെ ഒരു ബോറല്ലേ. ഇപ്പം മുമ്പത്തെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് പിരികം കാണുന്നുണ്ടല്ലേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. ഇപ്പം എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കുന്ന കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അവനിവിടെ ഇരുന്ന് ഒച്ച വെക്കുന്നുണ്ട്. അവൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, അവനും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്നത്, ചെറുതായിട്ടൊന്ന് കണ്ണെഴുതും കേട്ടോ. അധികം ഒന്നും എഴുതലില്ല, ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ സുഖലമായ കൺമഷി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി വിടുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഗ്ലോയുടെ രഹസ്യം. ലിപ് ബാമാണ് കേട്ടോ, തീരാറായി. ഇരിപ്പുണ്ട്, വേറെ ഇരിപ്പുണ്ട്.
ലിപ് ബാം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്ക് വരയ്ക്കലുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഏതൊക്കെയാണെന്ന് നമ്മുടെ ലൈവിൽ ചോദിച്ചിരുന്നു കേട്ടോ. ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യൽ. ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യലേ ഉള്ളൂ കേട്ടോ. ഓക്കേ, നന്നായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പം ഇതാണ് എൻ്റെ ഗ്ലോയുടെ രഹസ്യം. പൗഡറൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കലില്ല. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊരിഞ്ചു പോലെയാവും നമ്മുടെ ഫേസ്. അപ്പം ഇതാണ് എൻ്റെ ഗ്ലോയുടെ രഹസ്യം കേട്ടോ. ഇനി കുറച്ച് പേരൊക്കെ ചോദിച്ചു എൻ്റെ മുടി വെപ്പ് മുടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും അതും കൂടി കാണിക്കാം കേട്ടോ. വെപ്പ് മുടിയൊന്നും അല്ല, ഒറിജിനൽ മുടി തന്നെയാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് എൻ്റെ മുടി, വെപ്പ് മുടിയല്ല. എനിക്ക് നെക്സ്റ്റ് കടമ എന്ന് പറയുന്നത് മുടിയും കൂടി കെട്ടുക എന്നുള്ളതാണ് കേട്ടോ. മുടി ഞാൻ രാവിലെ കുളിയൊക്കെ തന്നെ കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് കോന്തിയിട്ടുണ്ടായിരുന്നു. എഴുന്നേക്കുന്ന പാടെ ഞാൻ ചീപ്പ് തലയിൽ വെക്കലില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കോന്തിയിട്ടാണ് കേട്ടോ ചീപ്പൊക്കെ വെച്ച് തല ചീവൽ. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് മുടി രാവിലെ കഴുകിയിട്ടില്ല കേട്ടോ. കാരണം മുടി കഴുകി കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല. രണ്ടാമത് എനിക്ക് വേഗം ജലദോഷം പിടിക്കും. അതുകൊണ്ട് ഞാൻ അതിരാവിലെ കഴുകിയില്ല. പോയിട്ട് വന്നിട്ട് മുടി കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായല്ലോ, ഇത് വെപ്പുമുടിയല്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും സംശയമായിരുന്നു, വെപ്പുമുടിയാണോ ചേച്ചിയുടെ മുടി, അതുപോലെ ചേച്ചി മുഖത്ത് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഈ ഗ്ലോയുടെ രഹസ്യം, ഞാൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു കേട്ടോ. ഫിൽറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നോർമൽ ഫേസാണിത്. അപ്പം എൻ്റെ രാവിലെ ഡ്യൂട്ടിക്ക് കയറാനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പം വീണ്ടും പറ്റുകയാണെങ്കിൽ, കാരണം ഇന്ന് ലൈവ് വരാൻ സാധ്യത തീരെ കുറവാണ്, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, വൈകിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആഫ്റ്റർനൂൺ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നല്ലൊരു ശുഭദിനമായിരിക്കട്ടെ. അപ്പം ബൈ ഓൾ ഓഫ് യു, താങ്ക് യു. ഇതാണ് കേട്ടോ എൻ്റെ ഗ്ലോയുടെ രഹസ്യം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റിൽ പ്രത്യേകം പറയണം കേട്ടോ, ഇഷ്ടമായിട്ടുണ്ട് എന്ന് എന്തായാലും പറയണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.